ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലമാണ് വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം. തിരുവനന്തപുരത്ത് നിന്ന് 72 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന വള്ളിച്ചുനൈ മലയിടുക്കുകൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കുമാരകോവിലിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റമാണ് വേളിമല. വേളിമലയുടെ താഴ്വരയിലാണ് കുമാരകോവിൽ സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കുമാരകോവിൽ. ഇവിടെ വേളിമല എന്ന കുന്നിൻ മുകളിലാണ് കുമാരകോവിൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുരുകന്റെ ഭാര്യയായ വള്ളീദേവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് വേളിമല. ഇവർ പരസ്പരം കണ്ടതും ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതുമൊക്കെ ഇവിടെ വച്ചാണെന്നാണ് വിശ്വാസം. മാത്രമല്ല വള്ളീദേവി നീരാടിയ സ്ഥലമാണ് വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം. നൂറുൽ ഇസ്ലാം കോളേജ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കിടക്കുന്ന വഴിയിൽ കൂടെ മേലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ എത്തുന്നത് തിരുക്കല്യാണ മണ്ഡപമാണ്. തിരുക്കല്യാണ മണ്ഡപത്തിനോട് ചേർന്ന് കിടക്കുന്ന വഴിയിൽ കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ എത്തുന്നത് വള്ളിച്ചുനൈ വെള്ളച്ചാട്ടത്തിലേക്കാണ്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന വള്ളിച്ചുനൈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂർ ട്രക്ക് ചെയ്യേണ്ടതുണ്ട്. ശരിയായ പാതയില്ല, പക്ഷേ വനത്തിനുള്ളിലെ പാറകളിലും കല്ലുകളിലും നിങ്ങൾക്ക് നിരവധി ദിശകൾ കണ്ടെത്താനാകും. അത് ഈ സ്ഥലത്തേക്ക് നിങ്ങളെ നയിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ മകളായ സുന്ദര വല്ലീദേവിയുടെ അവതാരമായ വള്ളീദേവി ഒരു നായാട്ടുകാരിയുടെ ജീവിതം നയിക്കുന്ന ഒരു പ്രധാനിയുടെ മകളായി ഭൂമിയിൽ ജനിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള പർവ്വത മേഖലയിൽ വസിച്ചിരുന്ന വലിയ വേട്ടക്കാരാണ് കത്രാങ്കം വേദകൾ. കത്രാങ്കം വേദകളുടെ രാജാവായ നമ്പിരാജനും ഭാര്യയും ഒരു മകൾക്കായി ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ വിഷ്ണുവിന്റെയും ലക്ഷ്മിദേവിയുടെയും മകളായ വള്ളീദേവിയെ തങ്ങളുടെ ഭക്തനായ നമ്പിരാജന് വേണ്ടി അവർ കാട്ടിൽ ഉപേക്ഷിച്ചു. ഒരു ദിവസം കാട്ടിൽ ഒരു പെൺകുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിച്ചു എന്ന് നമ്പിരാജന് മനസ്സിലായി. തുടർന്ന് രാജാവ് അവളെ സ്വന്തം മകളായി വളർത്തി വള്ളി എന്ന പേരിട്ടു. വള്ളി സുന്ദരിയായ കന്യകയായും മുരുകഭക്തയായും വളർന്നു. അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ തത്തകളും മറ്റു പക്ഷികൾക്കുമെതിരെ ചോള വയലുകളിൽ കാവൽ നിൽക്കാൻ നമ്പിരാജൻ വള്ളിയെ അയച്ചു. നാരദ മഹർഷി അവളെ കാണുകയും വള്ളിയുടെ അസാധാരണമായ സൗന്ദര്യത്തെക്കുറിച്ചും വേട്ടക്കാരുടെ ദേവനോടുള്ള അവളുടെ ഭക്തിയെക്കുറിച്ചും മുരുകനെ അറിയിച്ചു. ഭഗവാൻ മുരുകൻ വേട്ടക്കാരന്റെ രൂപം ധരിച്ച് വള്ളിയെ സമീപിച്ചു. വള്ളിയുടെ സഹോദരന്മാരുടെ വരവോടുകൂടെ ഇരുവരും തമ്മിലുള്ള സംഭാഷണം തടസ്സപ്പെട്ടു. വള്ളിയുടെ സഹോദരന്മാർ തങ്ങളുടെ സഹോദരിയെ വളരെയധികം സംരക്ഷിക്കുന്നവരാണ്. യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറല്ലാത്തതിനാൽ മുരുകൻ ഒരു വേങ്ങ മരത്തിന്റെ രൂപത്തിൽ സ്വയം അവതരിച്ചു. അവളുടെ സഹോദരന്മാർ അപ്രത്യക്ഷനായപ്പോൾ ദൈവം വീണ്ടും മനുഷ്യരൂപത്തിൽ അവതരിച്ചു. വള്ളിയെ സമീപിച്ച് അവളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. വള്ളി ഞെട്ടുകയും വേട്ടക്കാരുടെ താഴ്ന്ന ഗോത്രത്തിൽ നിന്നുള്ള സ്ത്രീയെ സ്നേഹിക്കുന്നത് അനുചിതമാണെന്ന് മറുപടി പറഞ്ഞു. ആ നിമിഷം അവർ അടുത്തു വരുന്ന സംഗീതത്തിന്റെ ശബ്ദം കേട്ടു. വേട്ടക്കാർ വന്യരും കോപാകുലരുമായ മനുഷ്യരാണെന്ന് വള്ളി മുരുകനെ മുന്നറിയിപ്പ് നൽകി. ദൈവം പ്രായം ചെന്ന ശൈവഭക്തനായി രൂപാന്തരപ്പെട്ടു. നമ്പിയും വേട്ടക്കാരനും അവരുടെ അനുഗ്രഹം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. വൃദ്ധൻ വള്ളിയോട് ഭക്ഷണം ചോദിച്ചു. അവൾ തേൻ കലക്കിയ കുറച്ച് തിനമാവ് അവന് നൽകി. എന്നിട്ട് അവൾ അവനെ ഒരു ചെറിയ വനക്കുളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ അവന്റെ ദാഹം ശമിപ്പിച്ചു. എന്നിട്ട് അവൻ അവളോട് പറഞ്ഞു, ഇപ്പോൾ നീ എന്റെ വിശപ്പും ദാഹവും ശമിപ്പിച്ചു. നിന്നോടുള്ള എന്റെ സ്നേഹം തൃപ്തിപ്പെടുത്തണമേ. വള്ളി അവനെ നിന്ദിച്ചു. അവളുടെ വയലിലേക്ക് മടങ്ങാൻ അവൾ ആഗ്രഹിച്ചു. തുടർച്ചയായ അസ്വസ്ഥതയിൽ അസ്വസ്ഥനായ ഭഗവാൻ കാട്ടാനയായി പ്രത്യക്ഷപ്പെട്ട തന്റെ സഹോദരനായ ഗണേശന്റെ സഹായം തേടി. ഭയചകിതയായ പെൺകുട്ടി പ്രായം ചെന്ന ശൈവഭക്തന്റെ കൈകളിലേക്ക് ഓടിക്കയറി. കാട്ടാനയിൽ നിന്നുള്ള സംരക്ഷണത്തിന് പകരം എന്തെങ്കിലും നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അവൻ അവളെ ഒരു കുട്ടിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു. അവളെ ആലിംഗനം ചെയ്യുന്നതിനിടയിൽ 6 തലകളും 12 കൈകളും തന്റെ മയിലിരിക്കുന്ന തന്റെ യഥാർത്ഥ രൂപം മുരുകൻ വെളിപ്പെടുത്തി. അവളുടെ ഇഷ്ടദേവന്റെ ഈ ദർശനത്താൽ അകന്നുപോയ വള്ളി അവനെ ആരാധിച്ചു. വള്ളി അവന്റെ ആഗ്രഹം നിറവേറ്റി. അവർ പരസ്പരം സ്നേഹിച്ചു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ മുരുകൻ കുഗ്രാമത്തിലേക്കെത്തി. കൂട്ടുകാരിയുടെ സഹായത്തോടെ വള്ളി മുരുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിറ്റേന്ന് രാവിലെ നമ്പിയുടെ ഭാര്യയാണ് വള്ളിയെ കാണാതായ വിവരം അറിഞ്ഞത്. കുപിതനായ വേട്ടക്കാരൻ വള്ളിയെ തേടി അലഞ്ഞു. മുരുകനുമായുള്ള യുദ്ധവും നമ്പിയും കൂട്ടരും പ്രഖ്യാപിക്കുകയും ചെയ്തു. യാത്രാമധ്യേ അവർ നാരദനെ കണ്ടു. വള്ളിയുടെ മാതാപിതാക്കളുടെ സമ്മതം വാങ്ങേണ്ടതായിരുന്നുവെന്ന് മുരുകനോട് വിശദീകരിച്ചു. അതിനാൽ ദേവൻ തിരിച്ചു പോവുകയും മുരുകൻ തന്റെ യഥാർത്ഥ ദൈവീക രൂപം സ്വീകരിക്കുകയും ചെയ്തു. ആശ്ചര്യവും ഭയവും തോന്നിയ വേട്ടക്കാർ അവനെ ആരാധിക്കുകയും ഗോത്രത്തിന്റെ ആചാരപ്രകാരം വള്ളിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. വള്ളീദേവി കൊരവൻ സമുദായത്തിൽപ്പെട്ടവളായതിനാൽ കൊരവന്മാർ വള്ളിയുടെ വിവാഹത്തിന് ക്ഷേത്രത്തിൽ വന്നിരുന്നു. നാഗർകോവിലിനടുത്തുള്ള കുമാരകോവിലിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് വള്ളിച്ചുനൈ. പ്രവേശന കവാടത്തിൽ മുരുകനും വള്ളിയും ഒപ്പം വിനായകരുടെയും കൊത്തുപണി കാണാൻ സാധിക്കും. വള്ളിച്ചുനൈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച അതിമനോഹരമാണ്. ഒരിക്കൽ കുന്നിൻ മുകളിൽ ഈ വെള്ളച്ചാട്ടം കണ്ടെത്തിയാൽ
പ്രകൃതിയുടെ മാതൃസൗന്ദര്യവും ഗുഹയ്ക്കുള്ളിലെ വെള്ളച്ചാട്ടങ്ങളുടെ ഭയാനകമായ ശബ്ദവും പരിസ്ഥിതിയും ഒക്കെയായി മനസ്സിന് വ്യത്യസ്തമായ പ്രകമ്പനം നൽകുന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു വ്യത്യസ്തമായ കുളി പാസാകണമെങ്കിൽ ധൈര്യമായി വള്ളിച്ചുനയിലേക്ക് വന്നോളൂ.